രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും. ക്രൈംബ്രാഞ്ച് റേഞ്ച് ഡിവൈഎസ്പി സി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സൈബർ വിദഗ്ധരും ഉണ്ടാകും. രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ പരാതി ഉന്നയിച്ച സ്ത്രീകളുടെ മൊഴി ആദ്യം ശേഖരിക്കും. ഗർഭചിത്ര ആരോപണം ഉന്നയിച്ച യുവതിയിൽ നിന്നും മൊഴിയെടുക്കും. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, അശ്ലീല സന്ദേശം അയക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമികമായ വിവരശേഖരണം ആരംഭിച്ചിരിക്കുകയാണ്. ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്ന 2 യുവതികളിൽ നിന്ന് പ്രാഥമിക വിവരശേഖരണം ഇന്ന് തന്നെ പൂർത്തിയാക്കിയതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതോടൊപ്പം ഈ 2 പേരോട് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സമയം തേടിയിട്ടുണ്ട് എന്ന സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അതിനു പുറമെയാണ് പരസ്യമായി മാധ്യമങ്ങളുടെ ഈ വിവാദങ്ങളിൽ ആരോപണവുമായി രംഗത്തെത്തിയ റിനി അന്ന, അവന്തിക, അതിനു പുറമെ ഹണി ഭാസ്കർ തുടങ്ങിയവരിൽ നിന്നും കൃത്യമായ മൊഴിയെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം കൂടി ക്രൈംബ്രാഞ്ച് സംഘം കേൾക്കുക. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അവർ പൂർത്തിയാക്കുക. എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡിജിറ്റൽ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ഈ കേസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ 3 പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് ഈ FIR-ൽ ചുമത്തിയിരുന്നത്. അതിലൊന്ന് പിന്തുടർന്ന് ശല്യം ചെയ്യുക, അതോടൊപ്പം ഭീഷണിപ്പെടുത്തുക, അതിനു പുറമെ സൈബർ കുറ്റകൃത്യം, ഗുരുതരമായ ഒരു സൈബർ കുറ്റകൃത്യം, അശ്ലീല സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കണ്ടെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിൽ കണ്ടെത്തുന്ന കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റ് വകുപ്പുകൾ കൂടി ഇതിൽ ചുമത്തുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. സൈബർ വിദഗ്ധരും വനിതാ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുക. അതോടൊപ്പം വിവിധ ജില്ലകളിൽ നിന്ന് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നവരുടെ മൊഴി അവരുടെ വസതികളിലെത്തി നേരിൽ കണ്ട് ശേഖരിക്കുന്നതിനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം വൈകാതെ തന്നെ പൂർത്തിയായേക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കാൻ തിരക്കിട്ട നീക്കവുമായി ഷാഫി പറമ്പിൽ വിഭാഗം. പാലക്കാട് നടന്ന എ ഗ്രൂപ്പ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തുവെന്നാണ് വിവരം. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിലാണ് രാഹുലിനെ പങ്കെടുപ്പിക്കുക. എ ഗ്രൂപ്പിലെ ഷാഫി പറമ്പിൽ അനുകൂലികളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നതായാണ് വിവരം. കഴിഞ്ഞ 9 ദിവസമായി പത്തനംതിട്ട അടൂരിലെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കോൺഗ്രസിന്റെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിച്ചാൽ അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുകയെന്ന ആശങ്കയിലാണ് പാർട്ടി. ഇനി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ രാഷ്ട്രീയ എതിരാളികളുടെ പ്രതിഷേധം നേരിടേണ്ടിയും വരും. അതിനാൽ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി പാർട്ടിയുടേതല്ലാത്ത എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടേതായ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുകയാണ് നീക്കം. ഓണത്തിന് ശേഷം രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാനാണ് ഈ വിഭാഗത്തിന്റെ തീരുമാനം. അതിനിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാൽ അതിനെ അനുകൂലമായി ഉപയോഗപ്പെടുത്താനും ആലോചനയുണ്ട്. അധികം നാൾ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ദോഷകരമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ഉചിതമായ നടപടിയെടുത്തുവെന്നും യോഗത്തെപ്പറ്റി അറിയില്ലെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനം എടുത്തു എന്ന ജനങ്ങളുടെ നല്ല ബോധ്യത്തിലാണ്, ജനങ്ങളുടെ നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചായത്തിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞു, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇനിയാണോ വികസനം? ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിവുണ്ട്. ഈ സർക്കാരിന്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ പരാജയങ്ങൾ ജനങ്ങൾ സമ്മതിക്കുന്നു. അതിനെതിരെയുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനെ എന്തെങ്കിലും പുകമറ കൊണ്ട് തടയാമെന്ന് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല. ജനങ്ങൾക്ക് ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല. അതേസമയം രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ എ ഗ്രൂപ്പ് യോഗം നടന്നുവെന്ന വാർത്ത ഷാഫി പറമ്പിലും നിഷേധിച്ചു. താൻ പാലക്കാട്ടെത്തിയത് ഒരു കല്യാണത്തിന് പങ്കെടുക്കാനാണെന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട്ടെ ഗ്രൂപ്പ് യോഗം നിഷേധിച്ച് ഷാഫി പറമ്പിൽ. സി ചന്ദ്രന്റെ വീട്ടിൽ ഇന്നലെ പോയിട്ടില്ല. CPM-ന് വേട്ടയാടാനുള്ള അജണ്ടയുണ്ടാകും, അത് ചിലർ ഏറ്റെടുക്കുകയാണെന്നും ഷാഫി വിമർശിച്ചു. ഞാൻ പറഞ്ഞ വാർത്തകൾ ഉള്ളതിനെ നിങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്യും. വാർത്തകൾ ഉണ്ടാക്കിയിട്ട്
അതിനെ ഗ്രൂപ്പ് യോഗമാക്കി ഞാൻ പോയിട്ടേ ഇല്ലാത്തൊരു വീട്ടിൽ, ഞാൻ ഇന്നലെ കടന്നു ചെന്നിട്ടേ ഇല്ലാത്തൊരു വീട്ടിൽ വെച്ച് ഞാൻ ഗ്രൂപ്പ് യോഗം ചേരുന്നു എന്ന് പറയാം. ഇന്നലെ ആണെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് വന്നതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവിടെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു, അവിടെ പിന്നെ പാർട്ടി പ്രവർത്തകർ വന്നിരുന്നു, ഓഫീസിൽ അവരൊക്കെ കണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ സി ചന്ദ്രേട്ടൻ്റെ വീട്ടിലേക്ക് ഇന്നലെ പോയിട്ടേ ഇല്ല, ഞാൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. അപ്പം ഞാൻ അവിടെ പോയിട്ടേ ഇല്ല എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന ഈ പറയുന്ന സി ചന്ദ്രേട്ടൻ KPC ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇന്നലെ പാലക്കാടേ ഇല്ലാഞ്ഞു, ഇന്ന് രാവിലത്തെ വെസ്റ്റ് കോസ്റ്റിലാണ് വന്നത് എന്നുള്ളത് ടിക്കറ്റും ഫോട്ടോയും സഹിതം ഒരു മനുഷ്യൻ കാണിച്ചിട്ട് നിങ്ങൾ അടുത്ത വരി കൊടുക്കുന്നത് നിഷേധിച്ചു ഷാഫി എന്നുള്ളത്. അപ്പോഴും അവിടെ യോഗം ചേർന്നു എന്നുള്ളത് നിങ്ങൾ ഒഴിവാക്കുന്നില്ല, ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ളത് ഒഴിവാക്കുന്നില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ ഞങ്ങൾക്ക് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് കിട്ടിയതാണെന്ന്. ഞാൻ പറഞ്ഞ ഏട്ടാ, ഞാൻ അവിടെ ഉണ്ടായിട്ടേ ഇല്ല, ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല എന്ന് ഞാൻ തന്നെ നേരിട്ടതാ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ യോഗം ചേർന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പം എനിക്ക് അതിനെ സംബന്ധിച്ച് തന്നെ പറയാനുള്ളത്, ഇത് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ തന്നെ വിശ്വാസ്യത കളയാണ്. രാഹുൽ മണ്ഡലത്തിൽ വരണോ വേണ്ടയോ എന്ന് അയാൾ തീരുമാനിക്കട്ടെ എന്നായിരുന്നു ഈ സംബന്ധിച്ച ചോദ്യത്തിനോട് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. അത് അയാൾ തീരുമാനിക്കട്ടെ, അയാൾ മണ്ഡലത്തിൽ വരണോ എപ്പോൾ വരണോ വേണ്ടേ എന്നുള്ളത് അയാൾ തീരുമാനിക്കട്ടെ. കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാധ്യക്ഷൻ പ്രതികരിച്ചു എന്ന വാർത്തയ്ക്കെതിരെ പോലീസിൽ പരാതി. വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രൊഫൈൽ വഴി പ്രചാരണം നടത്തിയെന്നാണ് പരാതി. ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ വിരോധവും സൃഷ്ടിച്ച് കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതുവഴി നടക്കുന്നതെന്നാണ് ആരോപണം. കർശന നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് പരാതി നൽകിയത്. വിഷയത്തിലെ ഡിജിറ്റൽ തെളിവുകളും സൈബർ സെല്ലിൽ ഹാജരാക്കി. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ BJP ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. BJPയുടേത് രാഷ്ട്രീയ ആരോപണം മാത്രമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ക്ഷണിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. എന്നാൽ ബോർഡിന്റെ പ്രതികരണം തള്ളിയ ഹിന്ദു ഐക്യവേദി ഭക്തജനങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കണമെന്നും അങ്ങനെ തീരുമാനമെടുക്കണമെന്നും നിലപാടെടുത്തു. അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി സർക്കാരും CPM നടത്തുന്ന പരിപാടി എന്ന സംഘപരിവാറിന്റെ BJPയുടെ വിമർശനങ്ങളെ തള്ളിക്കളയുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ദേവസ്വം ബോർഡിന്റെ പരിപാടി തന്നെയാണിത്. പക്ഷേ ഇത്ര വലിയൊരു പരിപാടി ഏറ്റെടുത്ത് നടത്താൻ ദേവസ്വം ബോർഡിന് കഴിയില്ല. അതിന് സർക്കാരിന്റെ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ്. മലേഷ്യയിൽ നിന്നുള്ളൊരു ഭക്തനാണ് ഈ ഒരു ആശയം ആദ്യം മുന്നോട്ട് വച്ചത്. അത് ദേവസ്വം ബോർഡ് സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. അത് സർക്കാർ അംഗീകരിച്ചതോടുകൂടിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനം എടുത്തത്. അയ്യപ്പനിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ശബരിമലയുടെ നന്മ ആഗ്രഹിക്കുന്ന, ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കാം. ശബരിമലയുടെ വികസനം എന്ന അജണ്ട മുൻനിർത്തിയാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. ഇതിൽ ആരെയൊക്കെ ക്ഷണിക്കണമെന്ന കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ ക്ഷണിക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ആലോചനയിലുണ്ട്. പക്ഷേ രാജ്യത്തിന് പുറത്തുനിന്നുള്ള 500 പേരെങ്കിലും, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്ഥിരമായി ശബരിമലയിൽ എത്തുന്ന 500 പേരെങ്കിലും ഈ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. രാജ്യത്തെ മുഴുവൻ ദേവസ്വം മന്ത്രിമാരുടെ, ദേവസ്വം വകുപ്പുകളുടെ എല്ലാ മന്ത്രിമാരെയും, എല്ലാ സംസ്ഥാനങ്ങളുടെ മന്ത്രിമാരെയും ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കും. കേന്ദ്രമന്ത്രിമാർ ഇതിനകം തന്നെ ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. പീയൂഷ് ഗോയലിനും അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിക്കും സുരേഷ് ഗോപിക്കുമൊക്കെ ഇതിനകം ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു രാഷ്ട്രീയ ഭേദമോ അല്ലെങ്കിൽ സർക്കാരുകൾ തമ്മിലുള്ള ഒരു അന്തരമോ ഒന്നും ഇതിൽ കാര്യമാക്കില്ല. എല്ലാവരെയും ക്ഷണിക്കും, ആർക്കും വരാമെന്ന ഒരു നിലപാടാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. പക്ഷേ സംഘപരിവാർ സംഘങ്ങൾ ഇപ്പോഴും ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ വാദങ്ങളെ തള്ളുകയാണ്. സർക്കാരിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നു, സർക്കാരിൻ്റെ B ടീമായി പ്രവർത്തിക്കുകയാണ് ദേവസ്വം ബോർഡ് എന്ന ആരോപണമാണ് സംഘപരിവാർ സംഘടനകൾ ഉന്നയിക്കുന്നത്. എല്ലാവരെയും പങ്കെടുപ്പിക്കണം. വിശ്വ ഹിന്ദു പരിഷത്തും അയ്യപ്പ സേവാ സംഘം അടക്കമുള്ള അയ്യപ്പ സംഘടന മുഴുവൻ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ഏതായാലും സെപ്റ്റംബർ 20 നടക്കുന്ന ഈ സംഗമത്തിലൂടെ വലിയ ഒരു നിക്ഷേപം, ശബരിമലയെ ബന്ധപ്പെട്ട ശബരിമല മാസ്റ്റർ പ്ലാൻ ഈ ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വലിയൊരു നിക്ഷേപം അതിലൂടെ കൊണ്ടുവരാനാണ് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെയും ശ്രമം. KJ യേശുദാസിനെ പോലുള്ള ശബരിമലയുമായി വളരെ ആത്മബന്ധം പുലർത്തുന്ന കലാകാരന്മാരെ, അതുപോലെ തന്നെ സ്ഥിരമായി ശബരിമലയിലെത്തുന്ന സിനിമാ താരങ്ങൾ വിവേക് ഒബ്രോയും മോഹൻലാലും ജയറാമും പോലുള്ള, ശിവമണിയെ പോലുള്ള കലാകാരന്മാരൊക്കെ ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അയ്യപ്പന്റെ പേരിൽ പണം തട്ടാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ടെന്ന് CPM നേതാവ് അഡ്വക്കേറ്റ് K അനിൽകുമാർ. ഇത്തരക്കാർക്കും അയ്യപ്പന്റെ പേരിൽ രക്തമൊഴുക്കാൻ ശ്രമിക്കുന്നവർക്കും സംഗമത്തിൽ ഇടമുണ്ടാവില്ല. ബ്രാഹ്മണ മേധാവിത്വമാണ് സംഘപരിവാർ സംഘടനകൾ ആവശ്യപ്പെടുന്നതെന്നും അനിൽകുമാർ പറഞ്ഞു. ലോകം മുഴുവൻ നടന്ന് അയ്യപ്പന്റെ പേരിൽ പിരിവ് നടത്തി
അതിന്റെ ഭാഗമായി തട്ടിക്കൂട്ട് നടത്തുന്ന കുറെ സംഘടനകൾ നാട്ടിലുണ്ട്. ഇത്തരം സംഘടനകളിൽ നല്ലതേത് ചീത്തയൊന്നും സർക്കാരിന് പരിശോധിക്കാൻ നേരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സർക്കാർ ഇപ്പൊ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ലോകത്തെ എല്ലാ ഭക്തന്മാർക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണോ, ബന്ധപ്പെടാൻ സംവിധാനം വേണോ? ലോക കേരള സഭ പോലെ അയ്യപ്പ ഭക്തന്മാർക്ക് ലോകത്തെല്ലായിടത്തുള്ളവർക്ക് വന്ന് ബന്ധപ്പെടാൻ സൗകര്യം അവിടെ ഉണ്ടാക്കാൻ അത് തുറന്ന പുസ്തകമാണ്. വരുന്ന ദേവസ്വം ബോർഡുകൾ ഇത് കാര്യോപറി ചെയ്തു പോകും, തുടരുന്ന സർക്കാരുകൾ ഇത് കാര്യോപറി ചെയ്തു പോകും. അങ്ങനെ സിസ്റ്റം ഉണ്ടാക്കുന്നതിന് സംഘപരിവാരത്തിന് എന്താ വിഷമം? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിൽ തൃശൂർ മേയർ MK വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ 10,000 വോട്ടുകളുടെ ലീഡാണ് BJPയുടെ ആത്മവിശ്വാസം. ക്രൈസ്തവ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഒല്ലൂരിൽ വർഗീസ് എത്തിയാൽ ജയം നേടാമെന്ന് BJP കണക്കുകൂട്ടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് BJPയുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ തുടരാനാണ് BJPയുടെ നീക്കം. കോൺഗ്രസിലും ഇടതുമുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച MK വർഗീസ് ക്രൈസ്തവ വോട്ട് ബാങ്കുകളിലടക്കം നിർണായക സ്വാധീനം ചെലുത്തി വിജയിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ വർഗീസ് മത്സരിക്കില്ല. കാലാവധി പൂർത്തിയാകുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വർഗീസ് BJPയിലെത്തുമെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ചർച്ചകൾ സജീവമായി തുടരുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ B ഗോപാലകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ 22,000 വോട്ട് മാത്രമാണ് BJP നേടിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഒല്ലൂരിൽ മാത്രം സുരേഷ് ഗോപി നേടി. ഇതോടെയാണ് BJPയുടെ A+ മണ്ഡലത്തിലേക്ക് ഒല്ലൂർ കടന്നുവന്നത്. ത്രികോണ പോരാട്ടത്തിൽ പൊതുസമ്മതനെ കൊണ്ടുവന്നാൽ നേട്ടമാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ഇടതുമുന്നണിയുടെ മേയറായി നിൽക്കുമ്പോഴും BJP അനുകൂല നിലപാടുകൾ പല ഘട്ടങ്ങളിലായി വർഗീസ് സ്വീകരിച്ചിരുന്നു. ഇതിനെതിരെ കടുത്ത വിമർശനവുമായി VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള CPI നേതാക്കളും രംഗത്ത് വന്നിരുന്നു. ഏതായാലും BJPയുടെ പുതിയ രാഷ്ട്രീയ നീക്കം ഫലം കണ്ടാൽ അത് ഇടതുമുന്നണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പ്. ജി ശ്രീജിത്ത്, News 18 കോട്ടയം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടറെ പ്രതിയേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സുമയ്യയുടെ സഹോദരന്റെ പരാതിയിലാണ് കേസ്. സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 4 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. യുവതിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും വിശദീകരണമുണ്ട്. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ ദിവസത്തെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടായിരുന്നു ഇന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. പോലീസിനൊപ്പം തന്നെ DMOയ്ക്കും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 ദിവസത്തിനകം കുടുംബത്തിന് മറുപടി നൽകുമെന്നാണ് ആരോഗ്യവകുപ്പ് ഇന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഗൈഡ് വെയർ നെഞ്ചിനകത്ത് കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ വാദം. ഇന്നത് ചികിത്സയ്ക്ക് ശേഷം അത് പുറത്തേക്കെടുക്കാനുള്ള ശ്രമം നടത്തുമെന്നും അത്തരത്തിൽ കഴിഞ്ഞില്ല എങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകുമെന്നാണ് ആരോഗ്യവകുപ്പ് കളം മാറ്റി ചവിട്ടിയത്. IPC 336, 338 എന്നീ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിനൊപ്പം ഈ കേസിൽ ഡോക്ടർ മാത്രമാണ് പ്രതി. കൃത്യമായി മൊഴി കൊടുത്തു കഴിഞ്ഞു. അതായത് ഡോക്ടർ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഇത്രയും സമയമായി പോലീസോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പോ കൃത്യമായി നടപടി എടുക്കേണ്ടതുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെ വെച്ച് തന്നെയാണ് ഇവർ ബോർഡ് മീറ്റിംഗ് വരെ കൂടുന്നത് എന്നത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയ ഗൗരവമായ തെറ്റാണ്. നീതി വേണം, നീതി കിട്ടിയേ പറ്റൂ. കാരണം ഇനി ഒരിക്കലും ഒരാൾക്കും ഇതുപോലുള്ള ഒരു പ്രശ്നവും ഇത് ആവർത്തിക്കാൻ പാടില്ല. വകുപ്പ് തല അന്വേഷണവും സമാന്തരമായി പോലീസ് അന്വേഷണവും പുരോഗമിക്കും. ഇതിൽ നിന്നും കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം ഡോക്ടർ കുറ്റസമ്മതം നടത്തിക്കൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു. ഇതോടെ കുരുക്കിലായ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പത്രക്കുറിപ്പിലൂടെ നടത്തിയത്. അതിനുശേഷം മാധ്യമ ശ്രദ്ധ കൂടുതൽ ആകർഷിച്ചതോടെ ഇന്ന് നിലപാട് മാറ്റുകയായിരുന്നു. കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം. കോഴിക്കോട് കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിതയായ യുവതി അക്യൂപങ്ചർ ചികിത്സയെ തുടർന്ന് മരിച്ചതിൽ അന്വേഷണം തുടങ്ങി പോലീസും ആരോഗ്യവകുപ്പും. ഹാജരയ്ക്ക് സ്തനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അക്യൂപങ്ചർ ചികിത്സ തുടർന്നതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. രോഗം മൂർച്ഛിച്ചപ്പോഴും വെള്ളവും അത്തിപ്പഴവുമായിരുന്നു ഭക്ഷണമായി നിർദ്ദേശിച്ചതെന്നടക്കം വ്യക്തമാക്കുന്ന ശബ്ദരേഖയും പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുറ്റ്യാടി സ്വദേശിനിയായ ഹാജര ക്യാൻസർ രോഗം മൂർച്ഛിച്ച് മരണത്തിന് കീഴടങ്ങിയത്. ശരീരമാസകലം വേദനയുമായി
അക്യുപങ്ക്ചർ കേന്ദ്രത്തിൽ ഹാജിറ ചികിത്സ തേടിയിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് അക്യുപങ്ക്ചർ രീതിയിലുള്ള ചികിത്സകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചികിത്സകൾ തുടരുന്നതിനിടെ ഹാജിറയ്ക്ക് സ്ഥാനാർബുദമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ സ്ഥാനാർബുദമാണെന്ന് സ്ഥിരീകരിച്ച് ഗുരുതരാവസ്ഥയിലേക്ക് രോഗി എത്തിയപ്പോഴും അക്യുപങ്ക്ചർ രീതിയിലുള്ള ചികിത്സകൾ തുടരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഒപ്പം അങ്ങേയറ്റം ലഘുവായി രോഗത്തെ ചിത്രീകരിച്ചാണ് ഫെമിന എന്ന അക്യുപങ്ക്ചർ ചികിത്സ തുടർന്നതും എന്നും പറയുന്നു. രോഗം അത്യാസന്ന നിലയിലേക്ക് നീങ്ങുമ്പോഴും ഗൗരവമുള്ളതല്ല എന്ന രീതിയിലുള്ള ചികിത്സകളാണ് നൽകിയിരുന്നത്. ഒപ്പം ശരീരത്തിൽ നിന്നും പഴുപ്പടക്കം പുറത്തേക്ക് വരുമ്പോഴും രോഗം ഭേദമാകുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളായാണ് പനിയും ഈ പഴുപ്പടക്കമുള്ളവ വരുന്നതും. അതൊരു ഭാഗത്ത് അടിഞ്ഞിരിക്കുന്ന കോശങ്ങൾ പുറത്തേക്ക് തള്ളുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എന്നടക്കമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഒപ്പം സൂര്യപ്രകാശം ഏറ്റുകഴിഞ്ഞാൽ രോഗം ഭേദമാകും എന്ന രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞു. ഒപ്പം ഈ ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഈ വീട്ടമ്മയെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ശസ്ത്രക്രിയ നടത്തിക്കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലുമുള്ള ചികിത്സകൾ നടത്താൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. രോഗം ഗുരുതരാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴും അത്തിപ്പഴവും വെള്ളവും മാത്രം കഴിച്ചാൽ മതി എന്നടക്കമുള്ള നിർദ്ദേശങ്ങളും ഈ അക്യുപങ്ക്ചർ ചികിത്സകയായ ഫെമിന യുവതിക്ക് നൽകി. ഒപ്പം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു വലിയ സഹതാപപൂർവ്വമുള്ള അല്ലെങ്കിൽ സഹാനുഭൂതിയുള്ള സംസാരമാണ് ഇവർ സംസാരിച്ചത്. ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് പൂർണ്ണമായും കുടുംബത്തോട് പോലും അസുവിവരങ്ങൾ പറയാൻ ഈ വീട്ടമ്മ തയ്യാറായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുതന്നെയാണ് ഇവരുടെ ശബ്ദ സംഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഒടുവിൽ രോഗം ഗുരുതരമായ സാഹചര്യത്തിലാണ് സ്വകാര്യ ആശുപത്രിയിൽ പോവുകയും ബംഗളൂരുവിനടക്കം പോയി ചികിത്സ നടത്താൻ ഒരുങ്ങുകയും ചെയ്തത്. പക്ഷേ അപ്പോഴേക്കും രോഗം അതിൻ്റെ ഗുരുതരാവസ്ഥയിൽ 4ാം സ്റ്റേജിലേക്ക് എത്തുകയും വീട്ടമ്മ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഈ കുറ്റ്യാടിയിലെ ചികിത്സാ കേന്ദ്രത്തിനപ്പുറം കോഴിക്കോടുള്ള മറ്റൊരു അക്യുപങ്ക്ചർ കേന്ദ്രത്തിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സയ്ക്ക് എന്ന പേരിൽ അവിടെയും ഈ വീട്ടമ്മയെ ചികിത്സയ്ക്ക് വിധേയമാക്കി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ആരോഗ്യ വകുപ്പിനും പോലീസിനും ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുടുംബത്തിൽ നിന്നും വിവരങ്ങൾ ആരായുകയാണ് ആദ്യം ചെയ്യുന്നത്. ഒപ്പം ഇവരുടെ ചികിത്സാ വിശദാംശങ്ങളും തേടും. ഒപ്പം ഏത് തരത്തിലുള്ള ചികിത്സയാണ് അക്യുപങ്ക്ചർ ചികിത്സ നൽകിയത്, ഇവർക്ക് ആവശ്യമായ യോഗ്യത ചികിത്സയ്ക്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കും. എന്തായാലും അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഇത്രയധികം അത്യാസന്ന നിലയിലുള്ള രോഗിയെ ഇത്തരം ലഘുവായ ചികിത്സയ്ക്ക് വിധേയമാക്കി അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയ തീരുവയുടെ പ്രത്യാഘാതങ്ങൾക്കിടെയാണ് ഇടിവ്. 88.31 നിലവാരത്തിലേക്ക് വീണ രൂപ 61 പൈസ നഷ്ടത്തിൽ 88.19 നിലവാരത്തിൽ ക്ലോസ് ചെയ്തു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇന്ത്യയുടെ ഇപ്പോൾ അമേരിക്ക ഉയർത്തിയ തീരുവ ഭീഷണി അത് കാര്യമായി ബാധിക്കുന്നു എന്ന് വേണമോ കരുതാൻ? രഞ്ജിത്ത്, അമേരിക്ക ഉയർത്തിയിട്ടുള്ള ഈ തീരുവ ഭീഷണി അത് ഇന്ത്യൻ മാർക്കറ്റിൽ ആദ്യമായി ഇപ്പോൾ പ്രതിഫലിച്ച് തുടങ്ങുന്നത് രൂപയുടെ മൂല്യത്തിലൂടെയാണ്. രൂപയുടെ മൂല്യം വൻതോതിലാണ് ഇന്ന് ഇടിഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഡോളറിൻ്റെ മൂല്യം ഇന്ത്യൻ രൂപയുടെ വിപണിയിൽ 88-ന് മുകളിലേക്ക് പോകുന്നത്. ഇതിനു മുൻപേ ഈ വർഷം ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയിരുന്ന 87.95 എന്ന് പറയുന്ന നിലവാരമായിരുന്നു ഡോളറിൻ്റെ ഏറ്റവും ഉയർന്ന മൂല്യം ഇന്ത്യൻ കണക്കിൽ. ഇപ്പോൾ അതിനേക്കാളും ഈ ഡോളറിൻ്റെ ഒരു വില ഇന്ത്യൻ രൂപയിൽ അത് ഉയർന്നു പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപേ വരെ വെറും 85 ഇന്ത്യൻ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡോളർ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ അത് 88 ഡോളറിന് മുകളിൽ നൽകണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത്രയധികം ഒരു താഴ്ചയിലേക്ക് ഇന്നത്തെ ഒരു നിലയിലേക്ക് പോയി. US ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇന്ത്യക്ക് മേൽ ഈടാക്കിയ 50% തീരുവ അത് നിലവിൽ വന്നതോടുകൂടിയാണ് രൂപയുടെ മൂല്യം ഇത്രയധികം താഴ്ചയിലേക്ക് പോയത്. ഇന്ന് 87.69 വ്യാപാരം തുടങ്ങി. അത് ഒരു വൻ താഴ്ചയിലേക്ക് പോവുകയായിരുന്നു. അത് പിന്നീട് 88.31 എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് എത്തി. ഇവിടെ നിന്ന് അത് 61 രൂപ നഷ്ടത്തിൽ പിന്നീട് 88.19 എന്ന നിലവാരത്തിലാണ് ഏറ്റവും അവസാനം ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇത്രയധികം താഴ്ന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കുറച്ചെങ്കിലും രക്ഷയായത് റിസർവ് ബാങ്കിന്റെ
പ്രവർത്തനങ്ങളാണ്. റിസർവ് ബാങ്ക് വൻതോതിൽ നിക്ഷേപത്തിലുണ്ടായിരുന്ന ഡോളർ വിറ്റഴിക്കുകയും ഇതുവഴിയാണ് ഇന്ത്യൻ രൂപയ്ക്ക് അത് കുറച്ചെങ്കിലും ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഇതോടുകൂടി ഈ 88.31 എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് താഴ്ന്ന ഇന്ത്യൻ രൂപയുടെ നില 88.19 എന്ന നിലയിലേക്ക് കുറച്ചെങ്കിലും ഒന്ന് ഉയരാൻ സാധിച്ചു. എന്തായാലും ഇതാണെങ്കിലും വളരെയധികം താഴ്ന്ന അവസ്ഥയിലാണ്. 87.69 എന്ന നിലവാരത്തിലായിരുന്നു നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് തുറന്നപ്പോൾ നമ്മൾ വ്യാപാരം തുടങ്ങിയതെങ്കിൽ ഇന്ന് വളരെ താഴ്ന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിനെ പഴയതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് ദൂരവ്യാപകമായി തന്നെ ഒരുപാട് മേഖലകളെ ബാധിച്ചേക്കാം. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് അസംസ്കൃത വസ്തുക്കൾ, സ്വർണം, പിന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങളെ ബാധിച്ചേക്കാം. ഇത് പിന്നീട് ഇന്ത്യൻ മാർക്കറ്റിലുള്ള മറ്റ് ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും ഭവിച്ചേക്കാം. അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കാണെങ്കിലും വളരെയധികം ഭീഷണിയാണ്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഓവർകം ചെയ്യാനുള്ള മറ്റ് മാർഗങ്ങളടക്കം സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, ശരി. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ഫേസ്ബുക്കിൻ്റെ മാതൃകമ്പനി മെറ്റയും ചേർന്ന് സംയുക്ത സംരംഭം രൂപീകരിക്കുന്നു. ഇന്ത്യയിലെയും മറ്റ് തെരഞ്ഞെടുത്ത രാജ്യങ്ങളിലെയും കമ്പനികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സേവനങ്ങൾ നൽകുകയാണ് പുതിയ കമ്പനിയുടെ ലക്ഷ്യം. പുതിയ സംയുക്ത സംരംഭം ആരംഭിക്കുന്നതിനായി ഇരു കമ്പനികളും ചേർന്ന് 855 കോടി രൂപ നിക്ഷേപിക്കും. ഓരോ ഇന്ത്യക്കാരനിലേക്കും ഓരോ സംരംഭത്തിലേക്കും AI എത്തിക്കുക എന്ന ലക്ഷ്യമാണ് മെറ്റയുമായുള്ള ഈ പങ്കാളിത്തത്തിലൂടെ പ്രാവർത്തികമാകുന്നതെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി പറഞ്ഞു. ഒരുമിച്ച് ഞങ്ങൾ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്ന് മെറ്റ സ്ഥാപകനും സിഇഒയുമായ മാർക്ക് സക്കൻബർഗും കൂട്ടിച്ചേർത്തു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ടെലികോം യൂണിറ്റായ റിലയൻസ് ജിയോ ഇൻഫോകോം ഓഹരികൾ അടുത്ത വർഷം ആദ്യ പകുതിയിൽ പൊതുവിൽപ്പനയ്ക്ക് ഒരുങ്ങുന്നുവെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി ഇന്ന് നടന്ന കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിലാണ് പ്രഖ്യാപനം. IPO പ്രഖ്യാപനം ആഗോളതലത്തിലുള്ള ഓഹരി ഉടമകളുടെ മൂല്യം വർദ്ധിപ്പിക്കുമെന്ന് മുകേഷ് അംബാനി വ്യക്തമാക്കി. Today, it is my proud privilege to announce that Jio is making all arrangements to file for its IPO. We are aiming to list Jio by the first half of 2026, subject to all necessary approvals. I assure you that this will demonstrate that Jio is capable of creating the same quantum of value as our global counterparts. I am sure that it will be a very attractive opportunity for all investors. Friends, Jio's plans for the future are even more ambitious. ഇടവേള. 79ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരുങ്ങി പുന്നമട. നാളെയാണ് ജലപൂരമായ നെഹ്റു ട്രോഫി വള്ളംകളി. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഓളപ്പോരിൽ മാറ്റുരയ്ക്കുന്നത്. ജലമേളകളിലെ ചക്രവർത്തിയാണ് കാരിച്ചാൽ ചുണ്ടൻ. പല ക്ലബ്ബുകൾക്ക് വേണ്ടി മത്സരിച്ച 16 തവണ നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാലിനെ വെല്ലാൻ മറ്റൊരു ചുണ്ടൻ വള്ളമില്ല. ഇത്തവണ സ്വന്തം ടീമുമായാണ് കാരിച്ചാലിന്റെ വരവ്. ജലോത്സവങ്ങളിൽ ചക്രവർത്തി അതൊന്നേ ഉള്ളൂ, അത് കാരിച്ചാൽ ചുണ്ടനാണ്. നമ്മൾ പലവട്ടം കണ്ടു കാരിച്ചാൽ ചുണ്ടൻ കിരീടവും നേടി ആ ജലത്തിന്റെ ആഘോഷ മാമാങ്ക ദിവസത്തിൽ രാജാക്കന്മാരെ പോലെ അണിനിരക്കുന്നത്. എപ്പോഴാണ് ഒരു ചക്രവർത്തി ഉണ്ടാകുന്നത്? അത് രാജാക്കന്മാരിൽ രാജാവാണ്. അപ്പോൾ അത്തരത്തിലൊരു രാജാവായിട്ടുള്ള കാരിച്ചാൽ ചുണ്ടൻ ഇത്തവണ സ്വന്തം ടീമുമായി എത്തുകയാണ്. കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബ്, KCBC, അതിന്റെ ആളുകളാണ് നമ്മുടെ ഒപ്പം. അതിന് ചുണക്കുട്ടന്മാരാണ്. 2 ടീമുണ്ട്. ഇവർ A ടീമും B ടീമും ഉണ്ട് KCBCക്ക്. പക്ഷേ പ്രധാനപ്പെട്ട കാരിച്ചാൽ ചുണ്ടൻ A ടീമും B ടീം അത് ആയാപുരം പാണ്ടിയിലും മത്സരിക്കും ഇത്തവണ ജവഹർ നെഹ്റു ട്രോഫി വെള്ളം കളി ജലമാമാങ്കത്തിൽ. അപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ പങ്കെടുക്കുന്നത് ഈ താരങ്ങൾ തന്നെയാണ്. തുഴച്ചിലിൽ കെങ്കേമ്മമാരാണ്. ഇവന്മാരുടെ കൈയൂക്ക് കണ്ടാൽ അറിയാം. നീ അടുത്താക്കി അധികം പോകണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്താ, എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ തുടങ്ങല്ലേ? അതെ അതെ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മികച്ച പ്രാക്ടീസ് ആയിരുന്നു. അതെനിക്കൊരു പവർ ഇല്ലല്ലോ. മികച്ച പ്രാക്ടീസ് ആയിരുന്നു. അടിപൊളി. അപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പറാണ്, അടിപൊളിയാണ്. ലൊറൈൻ ചേട്ടന്റെ ആ കൈയിന്റെ ഇതൊക്കെ ഇത് കണ്ടാ? ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ എന്റെ കൈ ഇങ്ങനെ പിടിച്ചു കണ്ടോ? ഇത് എവിടെയാ തുഴയണ? എവിടെയാ? 4ാം തുഴയാണ് പൊളിച്ച്. ഇതിന്റെ അത് 1ാം തുഴക്കാരിൽ ആ ഭാഗത്ത് നിൽക്കുന്ന ആരെങ്കിലും 1 മുതൽ 5 വരെ എല്ലാരും പലയിടങ്ങളൊക്കെ. ഇവരൊക്കെ ഈ മത്സരത്തിന് തൊട്ടു മുമ്പ് വലിയ പ്രാർത്ഥനയുടെയും ആകാംക്ഷയുടെ ഒക്കെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് പള്ളിയിലും ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളൊക്കെ പോയി പരമാവധി ദൈവങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്ന ഒരു സ്ഥിരം രീതിയുണ്ട്. അപ്പൊ ഇത്
കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് അജിത്തേട്ടാ. എന്തുകൊണ്ടാണ് ഈ തവണ സ്വന്തം ഒരു ടീം ഇറക്കാമെന്ന് കാരിച്ചാൽ തീരുമാനിച്ചത്? ഞങ്ങൾ കഴിഞ്ഞ 54 വർഷങ്ങളായിട്ട് വിവിധ ബോട്ട് ക്ലബ്ബുകളാണ് നമ്മുടെ വള്ളം കളിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഏകദേശം ഒരു 80 കൂടി കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞ് വള്ളം കളിച്ചായിരുന്നു. പിന്നീട് പ്രൊഫഷണലൈസും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ വിവിധ ബോട്ട് ക്ലബ്ബുകൾ. അതിന് ഈ 54 വർഷങ്ങളിൽ വിജയത്തിലും പരാജയത്തിലും നമ്മളോടൊപ്പം നിന്ന ഞങ്ങളുടെ സഹോദര ബോട്ട് ക്ലബ്ബുകൾ ഒരുപാടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് പായിപ്പാട്ടാറ്റിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബോട്ട് ക്ലബ്ബ് രൂപീകരിച്ച് പായിപ്പാട്ടാറ്റിൽ മത്സരിക്കുകയും ഒരു നേരിയ വ്യത്യാസത്തിന് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഉദിച്ച ഒരു ധാരണയാണ് നമ്മുടെ ഒരു ചീഫ് കോർഡിനേറ്റർ ഡൈനാൻ ചേട്ടറെ പ്രസിഡന്റിന് ഞങ്ങളുടെ പ്രധാന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ കൂടെ ആലോചിച്ചു നമുക്ക് സ്വന്തമായിട്ടൊരു നമുക്ക് വള്ളമുണ്ട്, എന്തുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ടീമായിക്കൂടാ. അങ്ങനെ ഞങ്ങൾ രൂപീകരിച്ചതാണ് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ്. അതെ, അപ്പൊ അങ്ങനെയാണ് കാരിച്ചാലിന്റെ ഒരു ഉദയം എന്ന് പറഞ്ഞത്. നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ ആ ഒരു മത്സരത്തിന്റെ ഒരു ആവേശം അതൊക്കെ ഇപ്പോഴും ഇല്ല. കഴിഞ്ഞ തവണത്തെ ടീമിൽ പങ്കെടുത്ത ആരെങ്കിലും ഇപ്പോഴുണ്ടോ? ഈ ടീമിലുണ്ടോ? കഴിഞ്ഞ തവണ തുടങ്ങിയ ആരെങ്കിലുണ്ടോ? 2 പേരുണ്ട്. അവരൊക്കെ പലയിടത്ത് പോയിക്കണം. ശരി, അപ്പൊ എങ്ങനെയാ ഈ തവണത്തെ എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? 25. എങ്ങനെ ഇവിടെ ക്യാമ്പൊക്കെ എങ്ങനെ അജിത്തേണ്ടൊക്കെ എങ്ങനെ ചെവിക്ക് പിടിക്കുമോ? ഇല്ല, എല്ലാവരും നല്ല സൗഹൃദം, എല്ലാത്തിനും എന്ത് കാര്യത്തിനും ഞങ്ങളൊപ്പം ഉണ്ട് അവരെല്ലാവരും. എനിക്കറിയാം, നമുക്ക് തോന്നുന്നു ഈ ഒരു കരക്കാരെ സംബന്ധിച്ച് ഇത്രയധികം വികാരമുള്ള ഒരു ചുണ്ടൻ വേറെ ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയധികം ആരാധകരുള്ള ചുണ്ടനും ഇല്ല അല്ലെ? ഈ പൂരങ്ങളിലെ കൊമ്പനെ പറയുന്ന പോലെയാണ് കാരിച്ചാൽ ചുണ്ടൻ. അതെ, ചെത്തിക്കാട്ടുകാർ രാമചന്ദ്രൻ ആനയിൽ എന്ന് പറയുന്ന പോലെയാണ് കാരിച്ചാൽ ചുണ്ടൻ പറയുന്നത്. എല്ലാ ജലമേളകളിലും അവനെ ക്ഷണിക്കാറുണ്ട്. ഞങ്ങൾക്ക് പോകാൻ ചില പരിമിതികളുണ്ട്. ഇപ്പൊ തന്നെ മാന്നാർ മഹാത്മാ ജലോത്സവത്തിൽ ക്ഷണിക്കുന്നുണ്ട് 1-ാം തീയതി അടക്കം. അത് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പോകാവുന്നിടത്തെല്ലാം ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ കൂടുതൽ അതിനും ഒരു റെസ്റ്റ് വേണമല്ലോ. അത് എല്ലായിടത്തും പോകാൻ പറ്റാനൊക്കത്തില്ല. അതുകൊണ്ട് ചിലയിടത്ത് പോകുന്നേ ഉള്ളൂ. മിക്കവാറും എല്ലായിടത്തും നമുക്ക് പോകുന്നിടത്തെല്ലാം എത്തും. വരുന്ന CBL അത് മത്സരിക്കുകയും ചെയ്യും. അങ്ങനെ CBL മത്സരങ്ങളും ഉണ്ട്. അങ്ങനെ ഒക്കമിട്ട ജില്ലകളിലും പോയിടത്തെല്ലാം കിരീടങ്ങൾ വാരിക്കുട്ടിട്ടുള്ള ഏക ചുണ്ടൻ കാരിച്ചാലാണ്. അപ്പളേ നമുക്ക് കുറച്ചുകൂടി നിങ്ങളുടെ എനർജി ഊർജ്ജം ഒക്കെ നമ്മൾ നാളെ തുഴയെറിയുമ്പോൾ കണ്ടോളാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ക്യാമ്പും സജീവമാണെന്ന് അറിയാൻ നമുക്കൊരു ആർപ്പ് കിട്ടാലോ. ആരാ? ലോറനല്ലേ? ലോറൈൻ. ഓക്കെ, ലോറൈൻ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. പക്ഷെ ആർപ്പം സ്റ്റൈലിഷ് ആയിട്ടല്ലേ? ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. ഉറപ്പായിട്ടും പൊളിക്കും. ഓക്കെ, മൈക്കൊന്നും വേണ്ടെന്ന് കേട്ടോ. റെഡി? ഒന്നുകൂടി. ഇതാണ് കാരിച്ചാൽ ചുണ്ടലിന്റെ ഈ ചുണക്കുട്ടികളുടെ ഒരു ആരോഗ്യവും ഊർജ്ജവും ഒക്കെ കണ്ടു തീർന്നില്ല ക്യാമ്പിലെ കാഴ്ചകൾ. നമുക്ക് നേരെ പോവാം അടുക്കളയിലേക്ക്. അപ്പൊ നമ്മൾ അവരുടെ ഒരു ആവേശമൊക്കെ കണ്ടല്ലേ? ആർപ്പൂർവ്വ വിളി. എവിടെ നിന്നാണ് ഈ ഊർജ്ജം വരുന്നതല്ലേ? എപ്പോഴും ഊർജ്ജം വരുന്നത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ. അവിടേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ കാരിച്ചാൽ ചുണ്ടന്റെ എന്താ പറയാ കലവറ എന്നൊക്കെ പറയാം. അല്ല, ചിക്കൻ ഇങ്ങനെ സെറ്റായി വരുന്നത്. ചിക്കൻ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കനാണ് ചേട്ടാ? ചിക്കൻ കറി. എന്തൊക്കെയാ സാധാരണ സ്പെഷ്യൽ ഉച്ചയ്ക്ക് കൊടുക്കാറ്? മീൻകറി, ചിക്കൻ ഓരോ ദിവസം ഓരോന്നാണ്. വെറുതെ അല്ല ഇങ്ങനെ തെറിച്ച് എറിയാൻ പറ്റുന്നല്ലേ? ഇതിന്റെ മുഖ്യ എന്താ പറയാ മുഖ്യ ചീഫ് ഷെഫ് എന്നാണോ പറയേണ്ടത്, അതോ പിന്നെ പ്രധാനപ്പെട്ട ആളെന്നാണോ പറയേണ്ടത്? കലവറയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തോന്നുന്നു. രജീഷ് ഏട്ടൻ കാറ്ററിംഗ് ആണ്. ഓക്കെ, രജീഷ് ഏട്ടൻ നേരത്തെ ഈ ചുണ്ടൻ വള്ളം കളി ഭാഗമായിട്ടുണ്ടോ? 4-5 വർഷമായിട്ട് എല്ലാ വർഷവും ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവർക്ക് എന്താ പ്രത്യേകിച്ച് എന്ത് ഫുഡാ ഇവർക്ക് വേണ്ടത്? ഇവർക്ക് മെയിനായിട്ട് നമ്മളൊരു ആദ്യത്തെ 10 ദിവസം ഡയറ്റിംഗ് ഫുഡാണ് പോകുന്നത്. ഡയറ്റ് ഫുഡിൽ വിത്തൗട്ട് ഓയിൽ, വിത്തൗട്ട് ഷുഗർ, ഉപ്പും ലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. 10 ദിവസം കഴിഞ്ഞ് നമ്മൾ പാലക്കാട് ഇടുന്നതിൽ അപ്പൊ ലൈറ്റ് മധുരം കയറ്റും. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് പദ്ധതി ലാസ്റ്റ് നമ്മൾ ഡയറ്റ് പൊട്ടിക്കത്തുള്ളൂ ചെയ്തോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ചേട്ടന്റെ പേര്? ജയമനാടൻ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു? ഫുള്ള് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവര് 3 പേരും നല്ല കേട്ടോ. അവസ്ഥ ഇങ്ങനെ അതേ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ പേരുണ്ട് അവിടെ, ചേച്ചിമാരുണ്ട്. ഒക്കെ ഉച്ചത്തെ ഭക്ഷണത്തിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് എന്തൊക്കെയാ? പുളിശ്ശേരി ഉണ്ട് തോന്നുന്നല്ലേ? ഇന്ന് മോര്, ചിക്കൻ കറി, സലാഡ്, തോരൻ, അങ്ങനെ ഐറ്റംസ്. സലാഡുണ്ട്, തോരനുണ്ട്, പുളിശ്ശേരി ഉണ്ട്. തോരൻ എന്താ? ക്യാബേജ്. അപ്പൊ ഈ കായലിന്റെ തൊട്ടടുത്ത് ഇന്ന് മീനൊന്നുമില്ലേ? അല്ല, മീൻ നമ്മള് മാക്സിമം ഒഴിവാക്കും. മീനെ ചെറിയ പ്രശ്നമുള്ള മീൻ മാക്സിമം ഒഴിവാക്കും നമ്മള്. കടൽ മീനാണ് നമുക്ക്. കടൽ മീൻ എന്താ പ്രശ്നം? കംപ്ലൈന്റ് വരും നമുക്ക്. അവര് തന്നെ പറഞ്ഞായിരുന്നു കംപ്ലൈന്റ് ആണല്ലേ? ഓക്കെ, നമ്മൾ മീൻ പരമാവധി ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. അപ്പൊ ഓക്കെ, അപ്പൊ എന്തായാലും ചിക്കൻ കറി സെറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? ഒരു കുഞ്ഞു സ്പൂൺ തന്നെ ഇന്ന് ടേസ്റ്റ് നോക്കാൻ തരുമോ? എങ്ങനെയുണ്ട് ഇവരുടെ ഫുഡ്? എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. എന്റെ കൈ പൊള്ളിക്കരുതിട്ടാ.
ടേസ്റ്റ് നോക്കാൻ ഒന്ന് ഊതി തന്നാൽ. വേണ്ട, കഴിക്കാൻ എന്റെ ടേസ്റ്റ്. കൊള്ളാം, അടിപൊളി. ഇത് തനി കുട്ടനാടൻ സ്റ്റൈലാണ് അല്ലേ? അതാണ് കുട്ടനാടൻ സ്റ്റൈലുള്ള ഫുഡൊക്കെ ആയിട്ട് ഗംഭീരാണ് ഈ ക്യാമ്പ്. അപ്പോൾ ക്യാമ്പിന്റെ ഒരു വശമാണ്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് ഇവരുടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കാരിച്ചാൽ ചുണ്ടന്റെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് ഇവിടെ ഒരു സ്വസ്ഥമായിട്ട് വിശ്രമിക്കുന്ന സ്ഥലമായിട്ട്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന തോന്നുന്നു. പക്ഷേ ഈ ട്രയലൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയും ഉള്ള ദിവസമാണ്. പ്രത്യേകിച്ച് മത്സരത്തിന്റെ തലേദിവസം ആകുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് വിശ്രമിക്കാൻ സമയം കൊടുത്തേക്കുകയാണ്. ഇവിടെയാണ് ഈ ചുണ്ടൻ വള്ളങ്ങളിലെ തുഴക്കാരുടെ വിശ്രമ കേന്ദ്രം. അവർ ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലായിരുന്നു ഇവിടുത്തെ ക്യാമ്പ് തന്നെ. എന്താടേ അല്ലയോ, ക്ഷീണിച്ചോ? ക്ഷീണിച്ചില്ല, പോറാണ്. അപ്പൊ ക്യാമ്പൊക്കെ നല്ല ക്യാമ്പാണ്, നല്ല രീതിയിൽ കളിക്കുന്നു, നല്ല ട്രയല്. എവിടെ, ഏത് ഭാഗത്താ തുഴയുന്നത്? എവിടെ? ഇവിടെ തന്നെ ട്രൈ അടിക്കുന്നത്. അല്ലല്ല, ഏത് ഭാഗത്താ? ഞാൻ മുക്കണ്ണി. ഞാൻ കൂമ്പ് മൂന്നാമത്. അടിപൊളി. അപ്പൊ എങ്ങനെ വീട്? വീട് കൈനേരിയാണ്. പേര് വിധു. ആകാശ്. അപ്പൊ എങ്ങനെയാ ഈ ഇവിടുത്തെ ഫുഡും ഈ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? തകർപ്പനാണോ? എല്ലാരും ജോളിയാണ്. എല്ലാരും ഇവിടെ പാട്ടുമേളൊക്കെ ഉണ്ടോ? 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. നാടൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ കാരിച്ചാൽ ചുണ്ടന്റെ ആ ഒരു പ്രൗഢിയും ഒരു പെരുമയൊക്കെ ഉണ്ടല്ലോ, അത് നിലനിർത്തണം നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഇതുപോലെ ഇവരൊക്കെ ഇങ്ങനെ വിശ്രമിച്ച് തൽക്കാലം ഇരിക്കുന്ന പോലെ അവിടെ ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. ഹലോ, എന്തായി? ചേട്ടാ പേര്? രാജേഷ്. ചേട്ടൻ എങ്ങനെ മീന വന്നേ? ചേട്ടൻ പറഞ്ഞേ. ഇടീനാണോ? ദൈവമേ. അപ്പൊ ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു വഞ്ചിപ്പാട്ട് പാടൂലേ? വഞ്ചിപ്പാടും പാടാൻ പിന്നെ ഏതാ ചെയ്യുന്നത്? ഇടിയനാകുമ്പോ എന്റെ താളം ഉണ്ടാവുമല്ലോ, ആ താളത്തിനനുസരിച്ച് പാട്ടും വരൂലേ? മേനാട്ടിരിക്കണം. കുഴപ്പമില്ല, മേനാട്ടിരിക്കാനാണ് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെയാ ഈ കുറെ നാളായിട്ട് ഈ ചുണ്ടൻ വെള്ളത്തില് ഉണ്ടായിട്ടില്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഈ തവണത്തെ ടീം? എങ്ങനെയുണ്ട്? നല്ല ടീമാണ്, കിടുവാണ്, പൊളിക്കും, തകർക്കും, തകർക്കും. ഒരു സംശയം ഉണ്ടാകരുത്. ഇല്ല. ഈ കുറി നെഹ്റു ട്രോഫി അംഗം ആണോ? ഇക്കുറിയും അല്ല, ഇക്കുറിയും ഈ കുറി 2025 നെഹ്റു ട്രോഫി KCBC കാരിച്ചാൽ ചുണ്ടൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇത് വാക്കാണ്. ചേട്ടന്റെ പേര്? രാജേഷ്. രാജേഷേട്ടൻ പറയാണ് KCBC ഇത്തവണ ട്രോഫി എന്ന് ഉറപ്പിച്ചില്ലെങ്കിൽ നാളെ ഞാൻ വരും. തീർച്ചയായിട്ടും കപ്പ് നിങ്ങളുടെ തല വെച്ച് തരാം. കിട്ടാത്ത കപ്പ് ഇങ്ങനെ തലയിൽ വെക്കുന്നത് കപ്പ് ഞങ്ങൾ കൊണ്ടുവരും. ആണോ? സംശയം ഞങ്ങളുടെ പിള്ളേർ അത്ര പോകില്ല. അടിപൊളി. ഇതാണ് ഇവിടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ. ഈ കാരിച്ചാൽ ചുണ്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെയൊക്കെ ഒരു വലിയ വികാരമാണ്. നമ്മൾ 70 ഒരു കുഞ്ഞു പിറക്കുന്ന പോലെ പിറന്നു, പിന്നീട് 74 എന്നാണ് വിശ്വാസം ആദ്യമായിട്ട് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നു. പിന്നീട് ഇത്രയും കാലത്തോളം, അത് ഏതാണ്ട് 38 ഫൈനലുകൾ, 16 തവണ കിരീടം, ഇത്രമാത്രം നേട്ടം പറയാൻ മറ്റൊരു ചുണ്ടനുമില്ല. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഇവരുടെ വാക്കുകളുണ്ട്. ഇപ്പോൾ സ്വന്തമായി ടീം എത്തിയിരിക്കുകയാണ് കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബ്ബ്. ഇവർക്ക് എല്ലാവിധ ആശംസയും നമുക്ക് നേരാം. കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബ്ബ് വീണ്ടും കിരീടം ഉയർത്തിട്ട്. ക്യാമറമാൻ വിദുരാഹരിക്കൊപ്പം എൽദപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18. ഇരട്ട ഹാട്രിക്കിനായുള്ള പോരാട്ടത്തിലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. കഴിഞ്ഞ പതിറ്റാണ്ടിലെ ജലമേളകളിൽ ഏറ്റവും കരുത്തറാർന്ന ചോദ്യത്തിന് ഉത്തരമാണ് PBC. മേൽപ്പാടൻ എന്ന പുത്തൻ ചുണ്ടനുമായാണ് പള്ളാത്തുരുത്തിയുടെ വരവ്. പള്ളാത്തുരുത്തിയിലെ താരങ്ങളുടെ ക്യാമ്പിൽ നിന്നും എൽദോപ്പോൾ പുതുശ്ശേരിയും VV വിനോദും ചേരുന്നു. അവസാനവട്ട ഒരുക്കത്തിലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്ന പോലെ ഇത്രമാത്രം ഗംഭീരമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു ടീം മറ്റൊന്നുണ്ടാവും. എല്ലാവരും ഹാട്രിക് നേട്ടത്തിലേക്ക്, ഡബിൾ ഹാട്രിക്കിലേക്ക് എത്താൻ ശ്രമിക്കുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാം. ആ തുഴയിലൊക്കെ PBC എന്നൊക്കെ ഗംഭീരമായി എഴുതി അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഏറ്റവും ഒടുവിലത്തെ സമയങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ച. ഓരോ അമരത്തുള്ള പങ്കായങ്ങളൊക്കെ റെഡിയാണെന്ന് തോന്നുന്നു. ചേട്ടാ, ഈ പങ്കായങ്ങളൊക്കെ റെഡിയായോ? പങ്കായങ്ങളെല്ലാം റെഡിയായി. എല്ലാം സെറ്റ്. ഇപ്പൊ അവസാനമായിട്ട് പെയിന്റ് അടിക്കാം അല്ലേ? ഇപ്പം അത് പച്ച പെയ്തിരിക്കും. എന്താണ് ഇത്? ഈ പങ്കായങ്ങൾ ഇതെല്ലാം അമരത്തേക്കാണല്ലോ? അമരത്തേക്കുള്ളതാണ്. ഇതിപ്പോ ചേട്ടന്റെ കയ്യിലുള്ളത് ഏതാണ്? ഇത് പിന്നെ ഒറ്റത്തുഴയാണ്. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഒരുക്കങ്ങൾക്ക് അവസാനം ഗംഭീരമാണ്, തകർപ്പനാണ്. അപ്പൊ കോൺഫിഡന്റ് ആണ് ഈ കാര്യത്തിൽ, ഒരു സംശയമില്ല. അപ്പടൊക്കെ നേരത്തെ 100% കോൺഫിഡന്റ് ആണ്. മറ്റു ടീമിനോട് പറഞ്ഞായിരുന്നോ? തുടർച്ചയായിട്ട് 5 വർഷം ഞങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുകയല്ലേ. ഇനി 6ാമത്തെ വർഷം അതിനകത്ത് വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഒരു മാറ്റം ഉണ്ടാവില്ല. അതാണ് ഈ തുടർച്ചയായിട്ട് 5 വർഷം ചെയ്തെങ്കിൽ 6ാം വർഷം ഞങ്ങൾക്ക് നേടാൻ അറിയാം. അതാണ് അവരുടെ ഒരു കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ട് എന്നറിയണമെങ്കിൽ നമുക്ക് ആരോടാണ് ചോദിക്കേണ്ടത്? അവരുടെ ലീഡിംഗ് ക്യാപ്റ്റനോടും അവരുടെ പ്ലേയേഴ്സിനോടും. തുഴയെറിയുന്നവരല്ലേ അതിന്റെ പ്രധാന ശക്തി. ഇതായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട ആളുകൾ നമ്മളെ കാത്ത്. അപ്പോൾ ഞാൻ ആദ്യം ഹിരൺ സാറുടെ പ്രധാനപ്പെട്ട കോച്ചാണ്. അപ്പൊ ഹിരൺ സാറിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ തവണത്തെ ഒരുക്കങ്ങൾ? ഗംഭീരമായിരുന്നു ഹിരൺ സാർ.
ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. 48-50 ദിവസത്തോളം പ്രാക്ടീസ് കഴിഞ്ഞ് നിൽക്കുകയാണ് പിള്ളേർ. എല്ലാവരും നല്ല ഫോമിലാണ്, കുഴപ്പമില്ല, നല്ല പ്രിപ്പറേഷനാണ്. ഓക്കെ, ലീഡിംഗ് ക്യാപ്റ്റനാണ്. നമസ്കാരം, പേര്? എന്റെ പേര് മനോജ് ആശാൻ എന്ന് വള്ളംകളി. മനോജ് ആശാനെ ഞാൻ കേട്ടു, വന്നപ്പോൾ തന്നെ മനോജ് ആശാൻ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുകയും ചെയ്തു. അപ്പൊ എത്ര നാളായി നമ്മൾ ഈ ജലമേളകളിൽ പങ്കെടുക്കുന്നു? ഞാൻ ഈ PVC പള്ളാത്തുരുത്തിക്ക് ഡബിൾ ഹാട്രിക്കിൽ പോവുകയാണ്. എന്റെ 12ാമത്തെ കപ്പാണ്. നെഹ്റു ട്രോഫി എന്റെ 12ാമത്തെ കപ്പിനായിട്ടാണ് പോകുന്നത്. ഞാൻ ഈ വള്ളംകളി രംഗത്ത് വന്നത് എന്റെ 17ാമത്തെ വയസ്സിൽ തുടങ്ങിയാണ്, തുടർച്ചക്കാരനായിട്ട് തുടങ്ങിയാണ്. ഇപ്പം വയസ്സ് 52 കഴിഞ്ഞു, 53ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. ഈ വർഷവും PVC ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര തിരുത്തി കുറിക്കും. ഈ വർഷം ഡബിൾ ഹാട്രിക് എന്ന സ്വപ്നം നേടുന്നത് മാത്രമല്ല, വള്ളംകളിയിൽ ഇന്നുവരെ ഉണ്ടാകാത്ത ഒരു വ്യക്തമായി, ഇന്നുവരെ മറ്റുള്ളവരുടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ മൈക്രോ സെക്കൻഡ് ആണെങ്കിൽ ഇത്തവണ ഒരൊറ്റ വള്ളപ്പാട്ട് വിജയിക്കും PVC. അതിനുള്ള കരുത്ത് എനിക്കിത് പറയാൻ കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പുറയിരിക്കുന്ന ഈ താരങ്ങളിൽ നിന്നാണ്. അവരെ നന്നായിട്ട് അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, വെയിറ്റ് ട്രെയിനിങ്ങും ഒക്കെ അവരെ ഇട്ട് പിഴിഞ്ഞ് നല്ല കരുത്തന്മാരാക്കി എന്റെ കയ്യിലോട്ട് തന്നിട്ടുണ്ട്. ആ കരുത്തിനെ നാളെ ട്രാക്കിൽ പറപ്പിക്കും. ഇതാണ് എന്റെ ജോലി. പറപ്പിക്കും. വെല്ലുവിളിയാണ്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വെല്ലുവിളിയാണ്. ഒരു വള്ളപ്പാടകലെ കഴിഞ്ഞ തവണ മില്ലി മൈക്രോ സെക്കൻഡ് ഒക്കെ ആണെങ്കിൽ അതൊന്നും വേണ്ട, ഇത്തവണ ഒരു വള്ളപ്പാടകലെ എങ്ങനെയാ പറപ്പിക്കുവോ? പിന്നല്ലേ പറപ്പിക്കും. പിന്നെ പറക്കണൊരു ആരോഗ്യമില്ലല്ലോ, പറപ്പിക്കുവോ? പറപ്പിക്കും. ഓക്കെ, എത്ര നാളായിട്ടാ പ്രാക്ടീസ് ഒക്കെ? 45 ദിവസമായി. 45 ദിവസമായി. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ ക്യാമ്പ്? അടിപൊളിയായിരുന്നു. അടിപൊളി ക്യാമ്പ്. എവിടെ ഇതിനകത്ത് പിന്നെ ഒന്നാം തൊഴിലിരിക്കുന്ന അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ഓക്കെ, അമരത്തുള്ള ആരുള്ളേ? എല്ലാരും ക്ഷേത്രത്തിലേക്ക് ഇതിനകത്ത് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ട് തുഴയുന്ന ആരെങ്കിലും ഉണ്ടോ? 5ാം തുടക്കാരനാ. ഒന്ന് വന്നേ, 5ാം തുടക്കാരൻ. പേരെന്താ? അബി. എങ്ങനെയുണ്ടായിരുന്നു അബി? എത്ര പള്ളാത്തുരത്തിൽ എത്ര തവണയാ? ഇത് എന്റെ ഹാട്രിക്കാ, 3ാമത്തെ വർഷം. 3ാം തവണയാണ്. അപ്പൊ കഴിഞ്ഞ 2 തവണയും ഉണ്ടായത് ജയിച്ചപ്പോ. കഴിഞ്ഞ നാളത്തെ ആ ഫോട്ടോ ഫിനിഷിലും ഉണ്ടായിരുന്നു. അപ്പോഴെന്താ തോന്നിയത്? എന്താ ഫിനിഷ് ചെയ്തപ്പോ ജയിച്ചു എന്ന് തോന്നിയോ അതോ? ജയിച്ചു എന്നറിയായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് തൃപ്തി വന്നില്ല. ഇത്തവണ അത് തിരുത്തും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തവണത്തെ ഈ കുറെ മത്സരങ്ങൾ കഴിഞ്ഞ 4 ബോട്ടുകൾ ഒപ്പത്തിനൊപ്പം വന്നല്ലോ. ഈ ഒപ്പത്തിനൊപ്പം വന്നപ്പോൾ ഈ തവണ ഇപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു ഒരു വള്ളപ്പാടകളെ അടിച്ചിരിക്കുമെന്ന്, വെല്ലുവിളിക്കുകയും ചെയ്തു. ഒരു പ്ലെയർ എന്ന നിലയിൽ, തുഴച്ചിൽക്കാരൻ എന്ന നിലയിൽ എന്താ കോൺഫിഡൻസിന്റെ ബലം? അതുപോലെ തന്നെയാണ്, ഒരു വള്ളപ്പാടൻ അടിക്കും. ആശാൻ പറഞ്ഞ പോലെ തന്നെ ആശാന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കും. ആശാന് വേണ്ടി എന്തും ചെയ്യൂ, അത്രേ ഉള്ളു. ഓക്കെ, ആശാൻ ഈ പേര് നോക്കി വെച്ചോട്ടോ. പേരെന്താ? ഗ്ലിൻഡോ. ആശാൻ എന്തോ പറയാൻ? ആശാന് ഈ വർഷം ഞങ്ങളുടെ PVCയുടെ കോച്ചുമാർക്ക് കൊടുക്കുന്ന ഈ നമ്മുടെ എന്നാ പറയുന്ന ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പം ദ്രോണാചാര്യർക്ക് വിരല് കുറിച്ച് ചോദിച്ച കഥയില്ല എന്ന് പറഞ്ഞിടക്ക് ഈ ഡബിൾ ഹാട്രിക്ക് ഈ കുട്ടികൾ ചങ്ക് പൊട്ടി തുടങ്ങി ഞങ്ങളുടെ കോച്ചുമാർക്ക് സമർപ്പിക്കുക. ഈ വർഷം ഉറപ്പാണ്. എങ്ങനെ നിങ്ങൾ കോച്ചുമാർക്ക് ചങ്ക് പറിച്ചു കൊടുത്ത് സമർപ്പിക്കുവോ? ഉറപ്പില്ലല്ലോ. കൊടുത്തിരിക്കും. ചങ്ക് പറിച്ചാണെങ്കിലും കിരീടം എടുത്തിരിക്കും. അപ്പൊ ഞാൻ പറയട്ടെ, ഇങ്ങനെ എല്ലാ തവണയും ട്രോഫി അടിച്ചു കഴിഞ്ഞാൽ മറ്റു ബോട്ടുകാർക്ക് ജയിക്കേണ്ടത് വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? ഞങ്ങളുടെ ടീമിനകത്ത് ഒരു പ്രൊഫഷണൽ ടീം പോലും ഇല്ല. 2 പേരുണ്ട് ഞങ്ങളുടെ കൂടെ. അവർ 2 പേരെ തുഴയ്ക്കത്തില്ല. പ്രൊഫഷണൽസില്ല. ബാക്കി മുഴുവനും നാട്ടിലെ പിള്ളേരാണ്. നാളെ ട്രാക്കിൽ ഇറങ്ങുമ്പോൾ മുഴുവനും നാട്ടിലെ പിള്ളേരേ ഉള്ളൂ. യഥാർത്ഥ പഴയ വള്ളംകളി എന്ന് പറയുന്നത് നാട്ടുകാരുടെ വള്ളംകളിയായിരുന്നു. ഇപ്പൊ അത് അന്യം നിന്ന് പോയി. ഇപ്പൊ എല്ലാ വള്ളത്തിലും പ്രൊഫഷണൽ കയറി നിറയുമോ. ഇവിടെ പ്രൊഫഷണൽ ഇല്ലാതെ ഹിന്ദിക്കാരെ വേണ്ട, ഹിന്ദിക്കാരും വേണ്ട, ആരും വേണ്ട. പ്രൊഫഷണൽ ഇല്ലാതെ പ്രൊഫഷണലായിട്ട് വരുന്നവരെ അടിച്ചു മലത്തുന്ന PVC. ഉറപ്പാണ്. 100 മലയാളത്തിലുള്ള ജയമായിരിക്കും. അതെ, സംശയമില്ല, ഒരു സംശയമില്ല. നിസ്സംശയം PVC പള്ളാത്തുരുത്തി നാളെ പറന്നെടുക്കുന്ന കാഴ്ച ജനങ്ങൾക്ക് മുഴുവൻ കാണാൻ പറ്റും. ചേട്ടാ, ഇവർക്ക് ഈ പിന്നെ നമ്മൾ അല്ലാതെ പ്രോട്ടീൻ സാധനങ്ങൾ കൊടുക്കാറുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ കൊടുക്കുന്നത് വെളുപ്പിന് നമ്മുടെ മധുരക്കിഴങ്ങ്, അതാണ് കൊടുക്കുന്നത്. അത് വലിയ സംഗതിയാണോ? പിന്നെ മുട്ട, പാല്, ഇതൊക്കെയാണ് നമ്മുടെ പ്രോട്ടീൻ. എത്ര ദിവസം ഇവരുടെ ഡയറ്റ് എന്ന് പറയാൻ ഇപ്പം 45 ദിവസമായി നമ്മളിവിടെ ക്യാമ്പ് തുടങ്ങിയിട്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ടീം അങ്ങനെ മത്സരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് എണ്ണം കൂടുന്നുണ്ട്, അവർക്ക് ചെലവ് കൂടുന്നുണ്ട്. അതിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചില സഹായങ്ങൾ വേണ്ടി വരേണ്ടതുണ്ട്. കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇല്ലേ? പക്ഷേ ഈ
സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഇല്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴത്തേക്കും ഈ ഇതിനൊരു അഭിമാനമായി കാണുന്ന കുറേയധികം സ്പോൺസേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും അവർക്കൊരു സല്യൂട്ട് കൊടുക്കണം. ഉറപ്പായിട്ടും ഈ പറഞ്ഞ പൈസ എറിയുന്ന ആൾക്കാരുണ്ടല്ലോ, തീർച്ചയായിട്ടും അതിന്റെ അത്ര സല്യൂട്ട് എന്ന് പറയാൻ ഉപയോഗിക്കാനുള്ള വാക്കുണ്ട്. കാരണം ഈ വള്ളംകളിയിൽ എപ്പോഴും ക്യാപ്റ്റന്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഇവിടുത്തെ കുട്ടനാട്ടുകാർക്ക് അറിയാം. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അത് നോൺ പ്ലേയിങ് ക്യാപ്റ്റനാണ്, വേറെ ആരുമല്ല, പൈസ മുടക്കുന്ന സ്പോൺസറാണ്. വള്ളംകളി ടീമിന്റെ അധ്വാനിക്കുന്ന പൈസയാണ് ഇതിനു വേണ്ടി മുടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് കണ്ട ആശാന്റെ പേര് ലീഡിംഗ് ക്യാപ്റ്റനാണ്. കാരണം ക്യാപ്റ്റൻ വേറെ ഉണ്ട്, അത് 2 ക്യാപ്റ്റനാണ്. അത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാവുന്നറിയില്ല. ഈ പൈസ മുടക്കുന്ന ആള് ക്യാപ്റ്റനും വള്ളം നിയന്ത്രിക്കുന്ന ഇതിന്റെ തുഴച്ചിലിന്റെ ടീമിന്റെ ക്യാപ്റ്റൻ ലീഡിംഗ് ക്യാപ്റ്റനും പ്ലേയിങ് ക്യാപ്റ്റൻ. ടീമിലില്ലാത്ത ഒരാൾ ക്യാപ്റ്റൻ ആവുന്ന അപൂർവം ഗെയിം ആയിരിക്കും. ചുണ്ടത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ കൂമ്പിലിരിക്കുന്ന ആളിലേക്ക് കമ്മ്യൂണിക്കേഷൻ എത്തണമെങ്കിൽ നിലനിലയായിട്ടാണ് പോവുക. കമ്മ്യൂണിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകണം. അതിങ്ങനെ ഒരു പൽചക്രം പോലെ കറങ്ങി പോയാലാണ് കൃത്യമായിട്ട് ആ തുഴയുടെ വേഗവും തുഴയുടെ ആയാസവും ഒക്കെ തീരുമാനിക്കാനും നിശ്ചയിക്കാനും പറ്റും. അപ്പം ഈ ലീഡിംഗ് ക്യാപ്റ്റൻ എപ്പോഴും ഒരു ഇടിയനും താഴെക്കാരും നിൽക്കുന്ന ഭാഗത്തായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഒന്നാം നിലയിൽ നിൽക്കും. അയാളുടെ കണ്ണും കമ്മ്യൂണിക്കേഷനും ഈ മറ്റുള്ളവരിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അയാൾ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കുന്നതും അല്ലെങ്കിൽ അയാൾ കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കും. അങ്ങനെയാണ് അതിന്റെ തുഴയുടെ വേഗം കൂടുന്നതും ഈ ട്രംപറ്റ് അല്ലെങ്കിൽ എന്താ പറയാ ആ പെപ്പരപ്പെ ഊന്നതിന്റെ വേഗം കൂടുന്നതും ഇലത്താളം മുഴങ്ങുന്നതും എല്ലാം. ഇടവേള. കൂത്താട്ടുകുളം നഗരസഭാ ഭരണം പിടിച്ച UDF ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM വിമത കലാരാജു ജയിച്ചു. 12-നെതിരെ 13 വോട്ടുകൾക്കാണ് ജയം. കൂത്താട്ടുകുളം നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് CPM വിമത കലാരാജു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 12-നെതിരെ 13 വോട്ടുകൾക്കാണ് അവർ വിജയിച്ചത്. 25-അംഗ ഭരണസമിതിയാണ്. നമുക്കറിയാം, നേരത്തെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായ ഒരിടമായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവിശ്വാസ പ്രമേയ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ വരുമ്പോൾ അന്ന് CPM-നോട് ഇടഞ്ഞു നിന്നിരുന്ന കലാരാജു അവരെ തട്ടിക്കൊണ്ടുപോയി, CPM തട്ടിക്കൊണ്ടുപോയെന്നത് അടക്കമുള്ള പരാതികൾ ഉയർന്നിരുന്നു. വലിയ രീതിയിലേക്ക് ചർച്ചകൾക്കും വിവാദങ്ങളിലേക്കും വഴിതെളിച്ച സംഭവമായിരുന്നു അത്. പിന്നീട് ഇവിടേക്ക് തിരിച്ചു വരികയും പിന്നീട് നടന്ന അവിശ്വാസത്തിലൂടെ CPM ഇവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കലാരാജുവാണ് വിജയിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിശ്വാസത്തിലൂടെ നേരത്തെ പുറത്തായ വിജയ ശിവൻ തന്നെയായിരുന്നു LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിൽ സ്വതന്ത്ര അംഗം PG സുനിൽകുമാർ മത്സരിക്കുകയും ചെയ്യും. PG സുനിൽകുമാർ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എന്തായാലും UDFന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു മേൽക്കൈ ഇവിടെ നിന്ന് നേടാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ദീർഘകാലമായിട്ട് ഇവിടെ ഒരു CPM രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ പിന്നീടുണ്ടായ അസ്വാരസ്യങ്ങൾ കലാരാജുവും CPM തമ്മിൽ അകലുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇവർ പാർട്ടി നൽകുന്ന തീരുമാനങ്ങൾക്ക് പുറത്തേക്ക് പോവുകയും വലിയ രീതിയിലേക്ക് അത് വിവാദങ്ങളാകുകയും പിന്നീട് അവിശ്വാസ പ്രമേയത്തെ അവർ പിന്തുണയ്ക്കുമെന്നൊരു രീതിയിൽ വരുമ്പോഴാണ് തട്ടിക്കൊണ്ടുപോകൽ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. കേസിലേക്കും അടക്കം നീങ്ങുകയും ചെയ്തു. അവർ തന്നെ CPM-നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വരാൻ തയ്യാറായി എന്നതും ശ്രദ്ധേയമായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഓരോ അവിശ്വാസ ചർച്ചകൾ വരുന്നത്. ഇപ്പോൾ അവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ അവർ എത്തിയിരിക്കും. CPM-ന് ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് CPM വിമത എന്നെല്ലാം തന്നെ പറയാവുന്ന രീതിയിൽ തന്നെ കലാരാജു UDFിൻ്റെ പിന്തുണയോടുകൂടി തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. എന്തായാലും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് ഒരു വിളിപ്പാടകലെ മാത്രമാണ്. അപ്പോൾ എല്ലാം തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ വീണ്ടും ചർച്ചയാകുമെന്ന കാര്യത്തിലും സംശയമില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് വികസന സദസ്സുമായി സർക്കാർ. സെപ്റ്റംബർ 20-നും ഒക്ടോബർ 20-നും ഇടയിൽ സദസ്സുകൾ സംഘടിപ്പിക്കണം. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. വികസനം സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം കേൾക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രോഗ്രസീവ് റിപ്പോർട്ടും അവതരിപ്പിക്കും. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണമില്ല. തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി കോടതി തള്ളി. കേസ് തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റും. അന്വേഷണ സംഘം ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെന്നാണ് ഹർജിയിലെ ആരോപണം. ഇതിന് ആസ്പദമായ കാരണങ്ങൾ നിരത്തിയായിരുന്നു കുടുംബത്തിന്റെ വാദം. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതിക്കനുകൂലമായി അന്വേഷണം വരുത്തിത്തീർക്കുകയായിരുന്നു എന്നടക്കമാണ് കുടുംബത്തിന്റെ വാദം.
കാന്തപുരത്തിന്റെ തിരുകേശം പ്രസ്താവനയ്ക്കെതിരെ മുജാഹിദ് നേതാവ് ഹുസൈൻ മടവൂർ 1 വർഷം കൊണ്ട് 1/2 സെന്റിമീറ്റർ വളർന്നുവെങ്കിൽ 1500 വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ വളർന്നുവെന്നാണ് പരിഹാസം. പണമുണ്ടാക്കാൻ മതത്തെ ഉപയോഗിക്കുകയാണെന്നും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് മുസ്ലിം വിശ്വാസികളോട് ചെയ്യുന്ന തെറ്റാണെന്നും ഹുസൈൻ മടവൂർ വിമർശിച്ചു. ദേശീയ അവാർഡ് ജൂറിക്കെതിരെ പൊട്ടിത്തെറിച്ച് റസൂൽ പൂക്കുട്ടി ആടുജീവിതത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. ഒരവാർഡിലും പരിഗണിക്കരുത് എന്ന ജൂറിയുടെ തീരുമാനമുണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്സ് മാത്രമാണ് ആടുജീവിതത്തെ ഒഴിവാക്കാൻ കാരണം. കേരള സ്റ്റോറി എന്ന ചിത്രം മികച്ച ചിത്രമായി ജൂറിക്ക് തോന്നിക്കാണുമെന്നും റസൂൽ പൂക്കുട്ടി പരിഹസിച്ചു. ബീഹാറിലെ പട്നയിൽ കോൺഗ്രസ് BJP സംഘർഷം. കോൺഗ്രസ് ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിലാണ് ഇരുഭാഗത്തെയും പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സംഘടിപ്പിച്ച വോട്ടർ അധികാർ യാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ചായിരുന്നു BJPയുടെ മാർച്ച്. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.